ഈശോയുടെ തിരുഹൃദയത്തിൽ തൊടാനുള്ള ശക്തിയുള്ള ആയുധമാണ് ജപമാല. രക്ഷകനായ യേശു മാതാവിനെ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു. ജപമാല ഭക്തിയുടെ പ്രചാരണത്തിനും ജപമാലയുടെ പരിപൂർണതയ്ക്കുമായി പരിശുദ്ധ പിതാക്കന്മാരുടെ ഇടപെടലുകൾ നിരവധി തവണ നടന്നിട്ടുണ്ട്. അതിൻ്റെ നാൾവഴികളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കണ്ടെത്താനാവുന്നത് ആഴിയിൽ നിന്ന് മുങ്ങിത്തപ്പിയെടുക്കുന്ന പവിഴമുത്തുകൾ പോലുള്ള ഒട്ടനവധി സുഹൃത വചനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ്. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ മറിയം AD 1214 ജപമാല ഭക്തി വെളിപ്പെടുത്തി കൊടുത്തതിനെ തുടർന്നാണ് ജപമാല ഭക്തിക്ക് പ്രചുര പ്രചാരം ലഭിക്കാൻ തുടങ്ങിയത്. 1670 ജപമാലയിലെ മണികൾ 53 മണി ആയി സ്ഥിരപ്പെടുത്തുന്നത്. പൂർണ്ണ ജപമാലയിൽ 153 മണികളും. ജപമാലയോടുള്ള ഭക്തി തീക്ഷ്ണമായതോടെ 1678 11-ാം ക്ലെമന്റ് പാപ്പ ഒക്ടോബർ മാസം മുഴുവൻ ജപമാല ഭക്തി പ്രചരണത്തിനുള്ള മാസമായി കൊണ്ടാടാൻ പ്രഖ്യാപിച്ചു. ഇതിൻ്റെയൊക്കെ പരിണതഫലമെന്നോണം 1722 ഇന്നസെൻ്റ് 13-ാമൻ പാപ്പായുടെ തീട്ടൂരം വഴി സാർവത്രിക സഭ പരിശുദ്ധ മറിയമേ എന്ന മധ്യസ്ഥ പ്രാർത്ഥന അംഗീകരിക്കുകയുണ്ടായി. ജപമാല നിത്യവും ധ്യാനവിഷയമാക്കേണ്ടതാണെന്ന് 1844 പരിശുദ്ധ മറിയം തന്നെ വിശുദ്ധ ഡോൺ ബോസ്കോയിലൂടെ ലോകത്തോട് ആവശ്യപ്പെട്ടു.